ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയില്ലേ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പറയുവാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബദനിയുടെ അവിടെ, അതായത് നെടുങ്കണ്ടം കല്ലാറ് ബദനിയുടെ അവിടെ ഒരു ബോർമയുണ്ട് കേട്ടോ. അവിടെ പോയി നമ്മൾ കേക്ക് മേടിക്കാൻ പോകണം. അപ്പം എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്, വീട്ടിൽ കൊടുക്കണം. പിന്നെ ചേച്ചിമാർക്ക് 2 പേർക്ക് കൊടുക്കണം. നമുക്ക് ഇവിടത്തേന് മേടിക്കണം. അപ്പം നമുക്ക് അവിടെ പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. കടയിൽ നിന്ന് നമ്മൾ മേടിക്കുവാണെങ്കിൽ ഒരു 1000 രൂപ കൂടുതലാകും. ഇത്രയും പേർക്ക് മേടിക്കണമല്ലോ. അന്നേരം നമുക്ക് ബോർമയിൽ പോയി മേടിക്കുമ്പോൾ കുറച്ച് ഇളവ് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയി മേടിക്കാതെ അതിൻ്റെ ഒരു കുഞ്ഞൊരു വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനും അമ്മയും ചേട്ടായും റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇനി കുഞ്ഞായ പോകുന്ന വഴിക്ക് വിളിച്ചുകൊണ്ട് വേണം പോകാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബോർമയിൽ പോയി മേടിക്കണം. മേടിച്ചിട്ട് അവിടെ ഇളയ ചേച്ചിയുടെ വീട് അവിടുത്തെ അടുത്താണ്. അപ്പോൾ നമുക്ക് ചേച്ചി അവിടെ നിന്ന് കൂട്ടി പിള്ളേരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് നമുക്ക് മൂത്ത ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണം. എന്നിട്ട് അവർക്കും കേക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങോട്ട് പോരണം കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പം ദാ ഗൈസ്, നല്ലതാണ് ടോപ്പ്. ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ്. മെറൂൺ ബാൻഡാണ് കേട്ടോ ഇട്ടേക്കുന്നത്. വിചിത്ര സിൽക്സിൻ്റെ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്താൽ കേട്ടോ. പഫ് സ്ലീവൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെടുങ്കണ്ടത്തിനടുത്തൊക്കെ താമസിക്കുന്നവർ കടയിൽ പോയി കേക്ക് മേടിക്കാതെ ബോർമയിൽ നിന്ന് തന്നെ കേക്ക് മേടിക്കാനായിട്ട് ഞാൻ പറയുവാണ്. കഴിഞ്ഞ ദിവസം അവർ 2 പേരും വന്നപ്പം ഇവിടെ കേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല കേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കതെല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ 3 പേരും കൂടി ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഓട്ടോയ്ക്ക് പോയിട്ട് കുഞ്ഞായേയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ആദ്യം തന്നെ മാളു ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണം. അല്ലല്ല, ആദ്യം തന്നെ നമുക്ക് ബോർമയിൽ പോകണം. ബോർമയിൽ പോയിട്ട് നമുക്ക് കേക്കൊക്കെ മേടിച്ചിട്ട് വേണം ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് കേട്ടോ. ഇതാ കുഞ്ഞാടെ അംഗൻവാടി ചെന്നപ്പോഴത്തേന് കുഞ്ഞാ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഞാൻ അകത്ത് കയറി ടീച്ചേഴ്സിനോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതാ കുഞ്ഞാടെ ഫ്രണ്ട്സാണ് അതൊക്കെ. അപ്പോൾ അംഗൻവാടിയിൽ നിന്ന് ഉപ്പുമാവൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി അവൻ്റെ ബാഗും സ്ലേറ്റും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ബോർമയിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ താന്നിമൂട് കഴിഞ്ഞ് ആണ് നമ്മൾ അംഗൻവാടിയിൽ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് കല്ലാറ് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ബോർമ. ബദനി ആശ്രമത്തിൻ്റെ അതിലെ അകത്തോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അതിലേ വേണം പോകാനായിട്ട്. എന്നിട്ട് ഇതാ നമ്മൾ ബോർമ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബോർമ. ബോർമയിൽ ചെന്നിട്ട് നമുക്ക് കേക്ക് മേടിക്കാം കേട്ടോ. ഞാൻ കേക്കിൻ്റെ ലാസ്റ്റുള്ള ക്ലിപ്പിലിട്ടിട്ടുണ്ട് കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ കേട്ടോ. ഇതാണ് ബോർമ. ഇത് കല്ലാർ സ്വീറ്റ്സ് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ വേണ്ടേ ആ ബോർമയിലുള്ള ചേട്ടനാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മേടിച്ച കേക്കുകളെല്ലാം ഇതാണ്. അപ്പം ഏതെങ്കിലും ഒരു കവറുണ്ടെങ്കിൽ അതിലോട്ട് ഇടാൻ പറഞ്ഞു. ഇപ്പോൾ ടൂൾസൊക്കെ ഇട്ട് വെച്ചൊരു നമ്മൾ അരിയൊക്കെ മേടിക്കുന്ന ചാക്കില്ലേ, അതിലോട്ടാണ് കേട്ടോ ഇടുന്നത്. ടൂൾസൊക്കെ അതിൽ തന്നെ കുടഞ്ഞിട്ടിട്ട്. അപ്പോൾ അതാ ഇതുപോലെ എല്ലാ കേക്കും മേടിച്ച് കൂട്ടി ഇനി നേരെ ഓരോരുത്തരുടെ അടുത്തും പോയി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് മാളു ചേച്ചി അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയും നമ്മുടെ കൂടെ ഉണ്ണിച്ചേച്ചിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം മോനാച്ച മാത്രമേ ഇവിടെ വീട്ടിലുള്ളായിരുന്നു കേട്ടോ. ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ട് കുഞ്ഞപ്പനെ അംഗൻവാടിയിൽ നിന്ന് വിളിക്കാനായിട്ട് ചേച്ചി പോയേക്കുമായിരുന്നു. എന്നിട്ട് അച്ഛയും കുഞ്ഞായും കൂടെ പഴമൊക്കെ അവിടെ നിന്ന് മൂട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കഴിച്ചിട്ട് നമ്മൾ ഉണ്ണിച്ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഒരു ബേക്കറി കണ്ടപ്പോൾ അവിടെ നിർത്തി പിള്ളേർക്ക് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. പിന്നെ ഇതാ നമ്മൾ മൂത്ത ആളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട് കേട്ടോ. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് അളിയൻ. നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പം ഇതാ അളിയന് ഞാൻ കേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ചേച്ചി എന്തൊക്കെയോ കാണിച്ച് വീഡിയോ ഒക്കെ എടുക്കുമ്പോട്ട് നല്ല രസമാണ്. നമ്മുടെ വൈബിനനുസരിച്ച് ഉള്ള ഒരാളാണ് കേട്ടോ അളിയൻ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. അവർക്ക് പൊന്നായിക്ക് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ പൊന്നായുടെ ചോക്ലേറ്റ് കുഞ്ഞായാണ് കൊടുക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കെല്ലാം എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അവിടെ കുറേ നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീട്ടിൽ വന്നേ. അപ്പോൾ ഗൈസ്, നമ്മൾ കേക്കൊക്കെ മേടിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞാൽ
പ്ലം കേക്ക് മേടിച്ചു. പ്ലം ഇവിടുത്തേന് പ്ലമ്മാണ് മേടിച്ചത്. പ്ലം 1 കിലോയ്ക്ക് 150 രൂപയാണ് കേട്ടോ. നമ്മൾ കടയിൽ ചോദിച്ചപ്പം 270 അല്ലെങ്കിൽ 250 അത്രയൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പം അതിൽ തന്നെ അത്രയും ഡിഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മേടിച്ചത് പൈനാപ്പിൾ കേക്കാണ്. പൈനാപ്പിളിന് 170 ആണെന്ന് തോന്നുന്നു കേട്ടോ. അമ്മ പൈനാപ്പിളിന് എത്ര ആയിരുന്നു അമ്മ? 220 1 കിലോയ്ക്കോ? 220. അപ്പൊ കടയിലോ 100 രൂപ കൂടുതലാ. പിന്നെ നമ്മൾ വേറെ എന്നാ മേടിച്ച മാർബിള് മേടിച്ചു. മാർബിളിന് എത്ര? 1 കിലോയ്ക്ക് 160. 1/2 കിലോ. ആ പിന്നെ ക്യാരറ്റിന് 170 അല്ലേ? 1/2 കിലോയ്ക്ക്. ആ അപ്പൊ കടയിലപ്പൊ അതിലും നല്ല കൂടുതലാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വില അല്ലേ? കുഞ്ഞാപ്പൂന് എന്നാ കേക്കാ ഇഷ്ടം? കടക്കാര് കടക്കാർക്ക് ഈ വിലക്ക് കിട്ടിയിട്ട് അവര് കൂട്ടി വിൽക്കുന്നത്. പൈനാപ്പിൾ കേക്കാണോ ഇഷ്ടം? കുഞ്ഞ് അതെ 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 ശരിയാ, അവർക്ക് ലാഭം കാണും. അതുമല്ല, ഈ 1 കിലോയില് 600-700 ഗ്രാമൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസമില്ലേ? അതെ, പായ്ക്കിങ്ങും ഒക്കെ അത് തന്നെയാ. അതെ അപ്പൊ നമ്മള് നല്ല കേക്കാണ് കേട്ടോ. എല്ലാം മേടിച്ചിട്ടുണ്ട്. അടുത്തൊക്കെ ഉള്ളവര് പോയി ബോർമയിലൊക്കെ പോയി മേടിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ. സീ യു. ടാറ്റ കൊടുത്തേ.